ഹലോ, ഇപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ. നമുക്കിന്ന് കൊടുങ്ങല്ലൂർ ഒന്ന് പോവാട്ടോ. കൊടുങ്ങല്ലൂർ ഞാനിന്ന് എനിക്ക് കുറച്ച് ബുക്കുകൾ വാങ്ങാനുണ്ട്. കൊച്ചിന് കുറച്ച് ബുക്കുകൾ വാങ്ങാനായിട്ടാണ്. മറ്റേ ABCD അക്ഷരമാലയൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ അത് വാങ്ങാൻ പോവാനാണ്. അപ്പോൾ അതിന് എനിക്ക് ഫൗണ്ടേഷൻ ഇടട്ടാ. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല. മൊത്തം ഫൗണ്ടേഷനായിട്ട് ഞാൻ ആദ്യം ഇട്ടേക്കുന്നത്. ഫൗണ്ടേഷൻ ഞാൻ സ്പഞ്ചിങ് ആ സ്പൂൺ ചെറുക്കാൻ ഞാൻ മറന്നു പോയി. പിന്നെ ബ്രഷാണെങ്കിൽ അപ്പുറം പോയിരിക്കുന്നത്. ബ്രഷൊന്നും എടുത്തില്ല. പിന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങടെ പരട്ടി കൊടുത്തു. കൈ കൊണ്ട് പരത്തി നല്ല കഷ്ടപ്പാടാണ്. മുഖത്താകെ പെയിൻ്റ് അടിച്ച പോലെ ആയിരിക്കും. എന്നാലും ഞാനത് കറക്റ്റായിട്ട് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കിയിട്ടാണ്. നല്ല എന്തോ പെയിൻ്റ് അടിച്ച് ആകെ പുട്ടിയിട്ട് വെച്ച മാതിരിയാണ്. പക്ഷേ അത് നല്ലോണം പരത്തി പരത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലൊക്കെ ശരിയാവും. ഇതുപോലെ കൈ വെച്ച് നല്ലോണം ഇങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ. ബുക്കുകളെന്ന് പറയുന്നത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ ബുക്കാണ്. പെയിൻറ്റിങ്ങിൻ്റെ ബുക്ക് പിന്നെ ആപ്പിളും മുന്തിരിയൊക്കെ കാണിക്കൂലേ, പക്ഷികളൊക്കെ കാണിക്കണേ, അങ്ങനത്തെ ഒക്കെ പോലത്തെ ബുക്ക് വാങ്ങാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ പൗഡർ ഇടാം. പിന്നെ ഇത്തിരി പൗഡർ ഇടാം, കുട്ടി പൗഡർ അത് ഇങ്ങനെ കുറച്ചിടാം, മുടിയിട്ടൊക്കെ ഇടാം. ഞാൻ പൗഡറൊന്നും അധികം ഇടാറില്ല. ഇനിയിപ്പോൾ ഇച്ചിരി കൂടിയിട്ടുണ്ട് കുറച്ച്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷൻ അങ്ങനെയായിട്ട് ഇരിക്കണമെന്നുണ്ടല്ലോ. പൗഡർ അധികം ഞാനങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. ഉള്ളത് ഇത്തിരി ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടട്ടെ. ഞാൻ എപ്പോഴും ഈ ഒരു ഷെയ്ഡാണ് ഇടാറ്. എൻ്റെ ചുണ്ടിന് മാച്ചായ ഒരു കളറാണ് ഈ ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ്. പിന്നെ വേറൊരു വെൽവെറ്റ് പോലത്തെ ഒരു കളറുണ്ട്, റെഡ്, ഭയങ്കരമായിട്ട് റെഡായിട്ടുള്ളൊരു കളറാണ്. വൈൻ കളറാണിത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പടകിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തുള്ളൂ. എന്നിട്ട് അത് കൈ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം. അപ്പോൾ രണ്ട് കളറും കൂടി ഒരു മേച്ച് കളർ പോലെ ഇങ്ങനെയാണ്. നല്ല ഭംഗിയാണ് കളർ കാണാനായിട്ട്. ചുണ്ടത്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പോയി കളറ് ഭയങ്കര ഇഷ്ടമാണ്. കളർ നല്ല രസമാണ്. ഓൺലൈൻ വാങ്ങിയതായിട്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് കുറച്ച് നാളായി ഉപയോഗിക്കുന്നു. പിന്നെ പുറമേലൊക്കെ നിങ്ങളുടെ ചുണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് അവിടെ ഇവിടെയൊക്കെ ആണ്. അപ്പോൾ കുറച്ച് തുടച്ച് കളഞ്ഞിട്ട് ലിപ്സ്റ്റിക്കാണ് പ്രത്യേക ഭംഗിയാണ്. ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ എടുത്ത് കാണിക്കും, നല്ലൊരു ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്ക്. നല്ല കളറ്. അടുത്ത് നമുക്ക് പൊട്ടിടട്ടെ. ലിപ്സ്റ്റിക്കിൻ്റെ ഭംഗി നോക്കി നേരം പോയി. പിന്നെ അടുത്തത് നമുക്ക് പൊട്ട് തൊടാം കേട്ടോ. അടുത്തത് ഐലൈനറാണ് കേട്ടോ. ഐലൈനർ ഭയങ്കര കട്ടിയായിട്ട് എഴുതി കൊടുക്കണില്ല, ഭയങ്കരമായിട്ട് നൈസായിട്ടൊന്നും ഇങ്ങനെ എഴുതി കൊടുക്കണില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക്കിൻ്റെ ബാക്കി ഉണ്ടായതാണ് കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ടപ്പോൾ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായതാണ്. അതെടുത്ത് മുഖത്തെടുത്തിട്ടതാണ്. വേറെ ഒന്നും ഇട്ടാൽ ബ്ലഷ് വേറെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. നമുക്ക് അടുത്തത് ഐലൈനർ ഇടാം കേട്ടോ. ഭയങ്കരമായിട്ട് ടൈറ്റ് വലിയ ഇതിലൊന്നും എഴുതി കൊടുക്കാണ്ട് ചെറുതായിട്ടൊന്നും എഴുതി കൊടുക്കാനുള്ളൂ കേട്ടോ. ലൈറ്റായിട്ട് എഴുതി കൊടുക്കണം. താഴെ വരുമ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എഴുതി കൊടുക്കണം. ഇവിടെ മേലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇച്ചിരി തടി കൂട്ടിയിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ വണ്ണം കൂട്ടിയിട്ട് ഇവിടെ വരുമ്പോൾ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ കുറച്ച് കൊടുക്കാം കേട്ടോ.
വാലിടണം എന്നുള്ളവർക്ക് വാലിടാം. ഞാനിവിടെ വാലൊന്നും ഇടാറില്ല. വാലിടണം എന്നുള്ളവർക്ക് വാലിടാം കേട്ടോ. അടുത്തത് ഇങ്ങനെ പറയുന്ന കുഞ്ഞെടുക്കണം. ഞാൻ ഇവിടെ കസേരയിലാണ് കേട്ടോ പറയുന്നത് വെച്ചേക്കുന്നത്. അതാണ് ഇങ്ങനെ എടുക്കാൻ ഒത്തിരി കഷ്ടപ്പാട്. അടുത്തത് നമുക്ക് മസ്കാരയാണ് കേട്ടോ. മസ്കാര ഇങ്ങനെ പരത്തി കൊടുക്കുക. ഐലൈനർ ഇടുമ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കണ്ട എന്നുവെച്ചാൽ നമുക്കപ്പം മസ്കാര വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പുറം ആരങ്ങാണ്ടൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അയാൾ ആരാണെന്ന് നോക്കിയത് എന്നിട്ട് എനിക്കറിയാം. അപ്പം ഞാൻ നോക്കുന്നു. സുന്ദരിയില്ലേ, ചെറുതായിട്ടൊക്കെ സുന്ദരിയായിട്ടുണ്ട്. നമുക്ക് ഇത്രയൊക്കെ മതി. ഇനി അടുത്തത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാം. കൺമശി ഇടാത്ത അടുത്തത് കൺമശി ഇടട്ടോ. ഇനി അടുത്തൊക്കെ മുടി ഇരാട്ടോ. മുടി ഞാൻ കുളിച്ച് തലയൊക്കെ നല്ലോണം കുളിച്ച് വെച്ചിരിക്കും. ഷാമ്പു ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ കുളിച്ച് വെച്ചേക്കാണ്. മുടിമ അധികം ചെടിയില്ല, ചെറുതായിട്ടൊക്കെ ചെടുള്ളൂ. ഇതൊന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഈരി പോവാട്ടോ. അടുത്തത് മുടി ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാം. മുടി സ്ട്രൈറ്റ് ചെയ്യാനായിട്ട് ഈ മെഷീൻ അങ്ങനെ സ്ട്രെയിറ്റ് ആവുന്നില്ല കേട്ടോ. പക്ഷെ നല്ല ചൂട് കിട്ടും. ഇതിന് ചൂട് കിട്ടുമ്പോൾ സ്ട്രെയിറ്റ് പോലെയൊക്കെ ആവും. എന്നാൽ സ്ട്രെയിറ്റ് ആവൂല എന്ന് പറഞ്ഞൊരു ലക്ഷണമാണ് കേട്ടോ. കുറേ നല്ലോണം ചൂടാവും. സാധാ സ്ട്രെയിറ്റ് മെഷീൻ്റെ പോലെ തന്നെ ചൂടാവും. നല്ലപോലെ സ്ട്രെയിറ്റ് പോലെയൊക്കെ കാണിക്കും. പക്ഷേ എങ്കിലും ആ സമയം എൻ്റെ മുടി എന്തോരം സ്ട്രെയിറ്റ് ആയാലും ആ സമയത്തുള്ള സ്ട്രെയിറ്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ സ്ട്രെയിറ്റ് അതൊക്കെ ചുളുങ്ങി പോവും. സ്ട്രെയിറ്റ് ചെയ്ത സമയത്ത് മാത്രം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കും. അല്ലാത്ത സമയത്ത് ഇങ്ങനെ ചുരുണ്ട് പോകട്ടത്. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് പോവാട്ടോ. അപ്പം ഞാൻ പോവേണ്ട. ഞാൻ ബാഗൊക്കെ ഇട്ടു. നമുക്കിനിപ്പോൾ പോവാട്ടോ. ടാറ്റാ, ബൈ ഉമ്മ. ടാറ്റാ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.